ബീഹാറിലെ വിജയം ബി.ജെ.പി ആഘോഷിക്കുകയാണ്. മതിമറന്ന് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് പാട്നയിൽ ബി.ജെ.പി ആഘോഷം തിമിർപ്പിലേക്ക് മാറുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മറ്റൊരു പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞു. അതിന് വിളനിലമായത് മഹാരാഷ്ട്രയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം കരുത്ത് കാട്ടിയ മഹാരാഷ്ട്ര പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ തൂത്തുവാരി. ബി.ജെ.പിയുടെ ചിറകിലേറി എൻ.ഡി.എ വീണ്ടും സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിനെ കാത്തിരുന്നത്. ഇതോടെ പ്രതിപക്ഷം ചിത്രത്തിൽ നിന്ന് എന്നേക്കുമായി മാറുകയും ചെയ്തു. എന്നാൽ ചതിച്ചു നേടിയ വിജയം കൊണ്ടാണോ എന്ന് പറയാൻ സാധിക്കില്ല. അധികാരത്തിലേറിയതു മുതൽക്ക് സമാധാനം എന്തെന്ന് എൻ.ഡി.എ എന്ന മഹായുതി സർക്കാർ അറിഞ്ഞിട്ടില്ല. ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ.സി.പിയും പിന്നെ ബി.ജെ.പിയുമാണ് അവിടെ കൂട്ടുകക്ഷി മന്ത്രിസഭയിലുള്ളത്. ഈ മന്ത്രിസഭ താഴേക്ക് നിലം പതിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ബീഹാറിന്റെ വിജയം നൽകിയ ആലസ്യത്തിൽ ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ പിളർപ്പ് ബി.ജെ.പി കാണാതെ പോവുകയാണോ എന്നതാണ് സംശയം. ആ പൊട്ടലും ചീറ്റലും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സർക്കാർ പിളരുകയാണ്. ഇതിന്റെ ബാക്കിയായി കൂട്ടുകക്ഷിയായ ശിവസേനയുടെ ചില മന്ത്രിമാരും 20ഓളം എം.എൽ.എമാരും തങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്ന അവകാശവാദവുമായി ശിവസേന താക്കറെ വിഭാഗം നേതാവ് ആനന്ദ് ദുബെ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ചില ശിവസേന മന്ത്രിമാർ വിട്ടുനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ശിവസേനയുടെ അവകാശവാദം എന്നത് ശ്രദ്ധേയമാണ്. മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഭരണകക്ഷിയിലെ അസംതൃപ്തിയാണെന്ന് ആനന്ദ് ദുബെ പറഞ്ഞു. ഏക്നാഥ് ഷിൻഡെയുമായി ഗൂഢാലോചന നടത്തി ബി.ജെ.പി നേരത്തെ അവിടെ ഉദ്ധവ് സർക്കാരിനെ അട്ടിമറിച്ചു. ആ ചതിയുടെ പ്രത്യാഘാതമാണ് 12ലധികം മന്ത്രിമാരുടെ രാജിയിലേക്ക് എത്തുന്നതെന്നാണ് ശിവസേന താക്കറെ പറയുന്നത്. ഇതിനു പുറമെയാണ് 20 എം.എൽ.എമാരും ഷിൻഡെയുടെ ശിവസേനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. നിലവിൽ ബി.ജെ.പി ശിവസേന സഖ്യത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഫട്നവിസ് സർക്കാർ അധികാരം ഏറ്റെടുത്ത പിറ്റേ ആഴ്ച മുതൽ തുടങ്ങിയ അസ്വാരസ്യമാണ് പൊട്ടിത്തെറിക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പിയുമായി ചേർന്ന് നിൽക്കുന്നത് ഷിൻഡെ പക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന ഘടകമാണ്. മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇ.ഡി അടക്കമുള്ള ഏജൻസികൾ ഇതിന്റെ ഭാഗമായി ശിവസേന മന്ത്രിമാരുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണെന്നും ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒരു വലിയ പിളർപ്പിന് സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഷിൻഡെയുടെ പക്ഷത്തെ ചില മന്ത്രിമാരും 20ഓളം എം.എൽ.എമാരും ഞങ്ങളുമായി ആശയവിനിമയം പുലർത്തുന്നതെന്നും താക്കറെ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശ്വസ്തത പരീക്ഷിക്കപ്പെടേണ്ടതിനാൽ ഞങ്ങൾ തിരക്ക് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഉദ്ധവ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഡിസംബറിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര പ്രശ്നം കൂടുതൽ വഷളാകുമെന്ന് ഉറപ്പാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഷിൻഡെ പക്ഷ ശിവസേന മന്ത്രിമാർ വിട്ടുനിന്നതിൽ ഭരണസഖ്യത്തിനെതിരെ ശിവസേന താക്കറെ വിഭാഗം നേതാവ് ആദിത്യ താക്കറെയും വിമർശനം ഉന്നയിച്ചിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ഫട്നാവിസ് ആദ്യം ചെയ്തത് സെക്രട്ടേറിയറ്റിലെ 1ാം നിലയിൽ നിന്ന് ഷിൻഡെയെ എടുത്തു മാറ്റി 6ാം നിലയിലേക്ക് തട്ടുകയായിരുന്നു. ഇതിലുള്ള കലിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച ഷിൻഡെ അന്ന് തുടങ്ങിവെച്ച കലാപമാണ് ഇന്ന് മഹായുതി സർക്കാരിനെ പിടിച്ചുകുലുക്കുന്നത്. നേരത്തെ ദാവോസിൽ പൂർത്തിയായ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത് 10 ദിവസത്തിന് ശേഷം തിരികെ മഹാരാഷ്ട്രയിലെത്തിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പുരോഗതികൾ ഷിൻഡെയുമായി ചർച്ച ചെയ്യാൻ മടിച്ചിരുന്നു. സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തതിന്റെ ഗുണവശങ്ങൾ അജിത് പവാറുമായി ചർച്ച ചെയ്ത ഫട്നാവിസ് പക്ഷെ ഷിൻഡെയെ അവിടെയും മാറ്റി നിർത്തുകയായിരുന്നു. വിവിധ ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് മഹായുതി സർക്കാരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും അനുയായികളും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നതോടെ നാസിക്, റായ്ഗഡ് ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രി നിയമനം ഫട്നാവിസിന് പിൻവലിക്കേണ്ടി വന്നു. എൻ.സി.പി മന്ത്രി അദിതി താക്കറെ, ബി.ജെ.പി മന്ത്രി ഗിരീഷ് മഹാജൻ എന്നിവർക്കായിരുന്നു റായ്ഗഡ്, നാസിക് ജില്ലകളുടെ ചുമതല യഥാക്രമം നൽകിയിരുന്നത്. എൻ.സി.പിക്ക് അമിതമായ പ്രാധാന്യം മഹാരാഷ്ട്ര സർക്കാരിൽ നൽകുന്നുവെന്ന ചിന്തയിൽ അസ്വസ്ഥനായി നിൽക്കുകയാണ് നേരത്തെ തന്നെ ഏക്നാഥ് ഷിൻഡെ. ഇതിനിടയിലാണ് 12 മന്ത്രിമാർ സർക്കാരിൽ നിന്ന് രാജിവെക്കാൻ സജ്ജരായി നിൽക്കുന്നത്.